സർ, ഇറാനിൽ ആണവ ചോർച്ച ഉണ്ടായോ? അവിടെ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുന്നു, ആണവ അടിയന്തരാവസ്ഥ എന്നൊക്കെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പൊ എന്താണ് സ്ഥിതി? പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന എന്താണെന്ന് വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള ചില വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യയെ ഏൽപ്പിച്ച പ്രഹരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു മറുപടി പാകിസ്ഥാന് തരാൻ കഴിയാത്തത് കൊണ്ട് പലതരത്തിലുള്ള കള്ളങ്ങളുമൊക്കെ വ്യാപിപ്പിച്ച് അവരുടെ രീതി അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കാനോ ഒക്കെ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ പോയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ആണവായുധത്തിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എനിക്ക് കഴിയുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള ന്യൂസും മറ്റു കാര്യങ്ങളും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്, ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ്റെ ആണവ നിലയത്തിന് അല്ലെങ്കിൽ ആണവ സ്റ്റോറിന് മേളിലായിട്ട് ഒരു 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 മിസൈലോ അല്ലെങ്കിൽ ഒരു ഷെല്ലോ കൊണ്ട് പതിപ്പിച്ചാൽ അത് ഒരിക്കലും അത് പൊട്ടിത്തെറിക്കാതെ പോകില്ല. അത് പൊട്ടിത്തെറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും അതിൽ വരാൻ പോകുന്നത്. പക്ഷെ എനിക്കറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാന് ഇന്ത്യയുടെ ശക്തി അറിയിപ്പിക്കാൻ വേണ്ടി ഈ സ്ഥലത്ത് അവരുടെ ഈ എൻട്രിയിലും എക്സിറ്റിലും അവരുടെ ഈ കരുതി വച്ചിരുന്ന പാകിസ്ഥാൻ ന്യൂക്ലിയർ ആംസ് കരുതി വച്ചിരുന്ന ഭാഗത്ത് ആ ഏരിയയിൽ ചെറുതായിട്ടൊരു മിസൈൽ കൊണ്ട് പതിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ സാധിക്കുന്നതിനുള്ള കാരണം ഇന്ത്യ അവരുടെ ആ ഏരിയ കണ്ടുപിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇനി നിങ്ങൾക്ക് പ്രശ്നമുണ്ടായാൽ ഇന്ത്യ അതിനെ ആക്രമിക്കാൻ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഇന്ത്യക്ക് ഉണ്ടാകില്ല എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ആണവ നിലയത്തിൻ്റെ അല്ലെങ്കിൽ സോക്കോൾഡ് അവരുടെ ഒരു ബങ്കർ, ഈ ആണവ മിസൈൽസും മറ്റു കാര്യമൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്ന ആ സ്ഥലത്ത് അതിൻ്റെ പരിധിയിൽ തന്നെ അതിൻ്റെ ഒരു എൻട്രിയിലും എക്സിറ്റിലും ചെറുതായി ഇത് പതിപ്പിക്കാൻ സാധിച്ചു. ഇന്ത്യക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയൊരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യ അതിനെ തച്ചുടയ്ക്കാനും മടിക്കില്ല എന്നുള്ള ഒരു ചിന്താഗതി പാകിസ്ഥാനിലേക്ക് ഉണ്ടാക്കാനാണ് തീർച്ചയായിട്ടും അതവർ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ലോകരാഷ്ട്രങ്ങളും ഇന്നലെ ഞാൻ കണ്ട പല ചാനലുകളിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു പേടി സ്വപ്നമായിരുന്നു. അതൊരു കാരണമാകാം പാകിസ്ഥാൻ പിൻവലിക്കാനായിട്ട് പലരെയും കാല് പിടിച്ചതും പലരെയും ചെന്ന് കണ്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ഇത് ഒത്തുതീർപ്പാക്കണമൊക്കെ സംസാരിക്കാനൊരു ഇടയായതും അത് തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ വാങ്ങാനായി കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഈ ആയുധങ്ങളാണ് ആണവായുധങ്ങൾ. ഇന്ത്യ പ്രയോഗിച്ച വജ്രായുധങ്ങൾ പാകിസ്ഥാനെ പിടിച്ചു കിട്ടിയതായിട്ടാണ് പല പത്രവാർത്തകളും പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഡെയിലി ഉള്ള ന്യൂസ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമ്മളത് വാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, നമ്മളെ ഓരോ ആയുധങ്ങളും ഓരോ മിസൈൽസും നമ്മുടെ ഓരോ ആയുധങ്ങളും വജ്രായുധങ്ങളൊക്കെ നമ്മൾ പ്രയോഗിച്ചത് പാകിസ്ഥാനെ നിലംപരിശാക്കിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ, നമ്മൾക്കുള്ള വെപ്പൻ്റെ ക്വാളിറ്റി അതായിരുന്നു എന്ന് നമ്മളും ഇപ്പോൾ മനസ്സിലാക്കി. അതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാനും മറ്റ് ലോകരാഷ്ട്രങ്ങളും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ യുദ്ധത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഈ അൺഡിക്ലെയർഡ് വാറിൽ നമ്മൾ ഉപയോഗിച്ച പല ആയുധങ്ങളും പലയിടത്തും നമുക്ക് ടെസ്റ്റുകളായിട്ട് ഉപയോഗിക്കാനേ സാധിച്ചുള്ളൂ. അതിന് ഫൈനലായിട്ട് ഉപയോഗിക്കേണ്ട അവസരമാണ് നമുക്ക് കിട്ടിയത്. ആ അവസരം നമ്മൾ മുതലാക്കി നോക്കുമ്പോൾ കാണുന്നത്, എല്ലാ ആയുധങ്ങളും നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ S-400 പ്രത്യേകിച്ചും അവരുടെ ഒരൊറ്റ ആയുധങ്ങൾക്കും അവരുടെ മിസൈലുകൾക്കൊക്കെ ഇന്ത്യക്കകത്ത് വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കാനോ ഇന്ത്യയെ നശിപ്പിക്കാനോ, ഇന്ത്യയിലെ ഒരു ടാർഗറ്റ് പോലും നശിപ്പിക്കാനോ സാധിക്കാത്ത രീതിയിൽ S-400 അവരെയൊക്കെ നശിപ്പിക്കാൻ, അവരുടെ വെപ്പൺ സിസ്റ്റംസിനെ തന്നെ നശിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ S-400 ശക്തി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ മറ്റ് പല തരത്തിലുള്ള മിസൈൽസുകൾ നമ്മൾ ഉണ്ടാക്കി. അതിലൊരെണ്ണമാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഈ ബ്രഹ്മോസിൻ്റെ ശക്തി, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രഹ്മോസ് എന്തുകൊണ്ട് മറ്റുള്ള രാഷ്ട്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ, അതാണ് ബ്രഹ്മോസിൻ്റെ ശക്തി എന്ന് നാട്ടുകാർ കണ്ട, ലോകരാഷ്ട്രങ്ങൾ കണ്ട അത്ഭുതമായിട്ടുള്ള ഒരു ബ്രഹ്മോസ് മിസൈലാണ് നമുക്ക് ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളത്. ആ ഇന്ത്യയിലുള്ള ബ്രഹ്മോസ് മിസൈൽ വാങ്ങിച്ച് അവരുടെ യുദ്ധ സന്നാഹങ്ങളിൽ ഒരു ആയുധമായി ഉപയോഗിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റ് പല രാജ്യങ്ങൾക്കും ഇതിൻ്റെ പ്രത്യേകതയും ഈ ബ്രഹ്മോസിൻ്റെ വളരെ അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത് അവർ ചെയ്തതെന്ന് കാണും. നമുക്കറിയാവുന്ന തരത്തിലുള്ള ബ്രഹ്മോസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസാണ് നമ്മൾ ലോകരാജ്യങ്ങളൊരു ഹിറ്റായിട്ട് ഇപ്പം നിൽക്കുന്നത്. ഇന്ത്യൻ അതിർത്തിക്കകത്തു നിന്നും
പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്രമണം. ഇന്ത്യ അത് നമ്മുടെ ക്രോസ് ബോർഡർ LOC ക്രോസ് ചെയ്ത് അകത്ത് പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യക്ക് അകത്ത് നിന്ന് തന്നെ അവർക്ക് പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് ബ്രഹ്മോസ് ഉപയോഗിച്ച് സാധിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ഡിസ്ട്രക്ഷൻ പവറും ഒക്കെ കൊണ്ട് ഇന്ന് മറ്റുള്ള രാജ്യങ്ങൾ, അതായത് ഇപ്പം നമുക്കറിയാം പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ, ചിലി, അർജൻറ്റീന, വെനസ്വേല, മധ്യകിഴക്കൻ രാജ്യങ്ങളായ ഈജിപ്റ്റ്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ എന്നിവയ്ക്കും പുറമെ വിയറ്റ്നാം, മലേഷ്യ, സൗത്ത് ആഫ്രിക്ക, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ബ്രഹ്മോസ് വാങ്ങാൻ താല്പര്യം കാണിച്ചിരിക്കുന്നതാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ബ്രഹ്മോസ് ഈ ഇന്ത്യയിൽ നിന്ന് വാങ്ങി അവരുടെ യുദ്ധ സന്നാഹത്തിന് വേണ്ടി ഒരുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ രാജ്യങ്ങൾ അതിൻ്റെ ആ ഭംഗി, അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടായിരിക്കണം അതിൻ്റെ യുദ്ധസന്നാഹത്തിൽ ഏതൊക്കെ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യാൻ, ഒരു രാജ്യത്തിനെ ഹെൽപ്പ് ചെയ്യാൻ അതിന് സാധിക്കുന്നു എന്നുള്ള ഒരു ഇത് വെച്ചിട്ടായിരിക്കണം തീർച്ചയായിട്ടും വാങ്ങിക്കുന്നത്. വെറുതെ വാങ്ങിക്കില്ലല്ലോ. അതാണ് അവരുടെ. പിന്നെ വിയറ്റ്നാമുമായിട്ട് നമ്മൾ $700 മില്യൺ ഇടപാട് നമ്മളിപ്പോൾ അന്തിമ ഘട്ടത്തിൽ, ചൈനയ്ക്കെതിരായിട്ട് ഉപയോഗിക്കാനാണ് വിയറ്റ്നാം ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതും നമ്മളുടെ ഒരു അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ്. പിന്നെ ഈ നിർമ്മാണ ചെലവ് ഇതിൻ്റെ 2022 ഫിലിപ്പീൻസ് മിസൈലുകൾ കൈമാറിയത് 2022 $375 മില്യൺ കരാറാണ് നമ്മൾ വിയറ്റ്നാമുമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ നിർമ്മാണ ചെലവ് നമ്മളിപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ നോക്കിയാൽ $4.75 മില്യൺ ഈ ഒരു ബ്രഹ്മോസിൻ്റെ നിർമ്മാണ ചെലവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ ലോങ് റേഞ്ച് സൂപ്പർസോണിക് ക്രൂസൈൽ മിസൈൽ സംവിധാനമാണ് ഈ ബ്രഹ്മോസ് സംവിധാനത്തിലുള്ളത്. കരയിലും കടലിലും ആകാശത്ത് നിന്ന് പ്രേരിപ്പിക്കാനുള്ള 3 മോഡലുകളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ലാൻഡ് ടു ലാൻഡ്, ഷിപ്പ് ടു ലാൻഡ്, ഷിപ്പ് ടു ഷിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള മോഡലുകൾ ഇതിനുണ്ട്. ഇതെല്ലാ മോഡലുകളും നമ്മൾ വികസിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യത്തിന് പലതരത്തിൽ ഉപയോഗിക്കാൻ ഇതിന് ആവശ്യമുള്ളതാണ്. പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള വാർ ഹെഡ്സാണ് ആവശ്യം. അതിനൊക്കെ ഉപയോഗിക്കാൻ തരത്തിലാണ് ബ്രഹ്മോസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഖര പ്രൊപ്പലൻറ്റ് ബൂസ്റ്റർ എൻജിൻ, ആദ്യ ഘട്ടത്തിൽ ഈ എൻജിൻ മിസൈലിനെ സൂപ്പർസോണിക് വേഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് 2ാം ഘട്ടത്തിൽ മിസൈൽ വേർപെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ് ഇതിൻ്റെ സിസ്റ്റം. 2 സിസ്റ്റമാണ്. ഒന്ന് അതിൻ്റെ മിസൈൽ, അതിൻ്റെ ടിപ്പിലുള്ള മിസൈൽ, പിന്നൊരു അതിൻ്റെ എൻജിൻ. ഈ എൻജിൻ സൂപ്പർസോണിക് വേഗത്തിൽ പോയിട്ട് ആ പ്രൊപ്പലൻ്റ് അങ്ങനെയുള്ള പ്രൊപ്പലൻ്റാണ്. ആ പ്രൊപ്പലൻ്റ് സൂപ്പർസോണിക് വേഗത്തിൽ പോയിട്ട് ടാർഗറ്റ് എത്താറാകുമ്പം അതിൻ്റെ ടിപ്പ്, അതായത് ആ മിസൈൽ അതിൽ നിന്ന് ഡിറ്റാച്ചായി പോയി ടാർഗറ്റിലേക്ക് പതിക്കുന്ന, അല്ലെങ്കിൽ ടാർഗറ്റിന് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ അതൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഈ ബ്രഹ്മോസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വെപ്പണാണ് ബ്രഹ്മോസ്. 290 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പീഡ് 3.5 മാക്കാണ്. അത്രയും വലിയൊരു സ്പീഡിലാണ് ഇത് പോകുന്നത്. ആദ്യത്തെ ഏതാണ്ട് 290 കിലോമീറ്റേഴ്സിൻ്റെ ഏതാണ്ട് 3/4 ഡിസ്റ്റൻസ് ഏതാണ്ട് ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട്, ഒരു 3 to 4 മിനിറ്റ്സ് കൊണ്ട് അവിടെ എത്താൻ സാധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രൊപ്പലൻ്റ് പോയി ടാർഗറ്റിലേക്ക് പതിക്കുകയാണ്. അങ്ങനെ ഇത് ഒരു വളരെ നമുക്ക് ഇപ്പം തന്നെ ഈ നമ്മുടെ പാകിസ്ഥാൻ്റെ യുദ്ധ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ലക്നൗവിൽ ഇതിൻ്റെ ഒരു ഫാക്ടറി തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ഇന്ത്യക്ക് നല്ല രീതിയിൽ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു വെപ്പണും കൂടിയാണ്. ഇതിൻ്റെ നമ്മുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യനൈസ്ഡ് വെപ്പൺസ് നമ്മൾ ഒന്ന് പൂർത്തീകരിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പലതരത്തിലുള്ള വേരിയൻസിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ സയൻറ്റിസ്റ്റ് അതിന് കഴിവുള്ളവരാണ്. അതിൻ്റെ മുമ്പോട്ടുള്ള കാലിബർ കൂട്ടി, അതിൻ്റെ ക്വാളിറ്റി കൂട്ടി, അതിനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഏറ്റവും നല്ലൊരു ബ്രഹ്മോസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രത്യേക മോഡലാണ് ഞാൻ സംസാരിക്കുന്ന സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. നമുക്ക് തിരുവനന്തപുരത്തും അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. ബ്രഹ്മോസിൻ്റെ എന്താണ് അവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ചില യൂണിറ്റുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിത് എല്ലാം കൂടെ ചേർത്ത് ഒരു ബ്രഹ്മോസ് യൂണിറ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഒരു വിവരങ്ങൾ തരാൻ കുറച്ചുകൂടെ സാധിക്കുമെങ്കിൽ അതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള മറ്റ് പല തീരുമാനങ്ങൾ കൊണ്ടും നമ്മൾ പറയാതിരിക്കുകയാണെങ്കിൽ അത് ഈ അറിയാവുന്നവർ മാത്രം അറിയേണ്ട ചില ഇൻഫർമേഷൻസാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ, പാകിസ്ഥാൻ ആവശ്യമായിട്ടുള്ള മിസൈലും ഡ്രോണുകളും തുർക്കിയാണ് നൽകിയത്. തുർക്കി എന്തിനാണ് പാകിസ്ഥാനെ കുടപിടിക്കുന്നത്?
നമുക്കറിയാം തുർക്കി എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രം പണ്ടേ അവരുടെ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. പാകിസ്ഥാൻ തകർച്ചയിലായിരുന്നാലും ഏറ്റവും നല്ലൊരു ഒരു പിന്നെ ഒരു മിത്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയൊരു മിത്രമാണ് തുർക്കി എന്ന് പറയുന്നത്. പണ്ടേ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ തുർക്കി ഏത് തരത്തിൽ പാകിസ്ഥാൻ ഏത് നിലയിലായിരുന്നാലും തുർക്കി എപ്പോഴും പാകിസ്ഥാൻ്റെ കൂടെ ആയിരിക്കും. അസർബൈജാൻ മാനസികമായിട്ട് അവരുടെ കൂടെ ആയിരുന്നാൽ തന്നെ തുർക്കിയാണ് ഫിസിക്കലായിട്ട് തന്നെയും അവരെ പാകിസ്ഥാനെ സഹായിക്കാനും അവിടെ ചെന്ന് അവരുടെ വെടിക്കോപ്പുകൾ കൊടുക്കാനും അവരുടെ ഡ്രോൺസും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ പാകിസ്ഥാനെ സഹായിച്ചത്. എത്ര ഭംഗിയായി ഉപയോഗിച്ചു എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും. അവരുടെ പിന്നെ ഒരു ഡ്രോൺസും മറ്റുമൊന്നും നമുക്ക് നമ്മുടെ അടുത്ത് വരെ എത്താൻ വരെ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ S-400 അതിനെതിരായിട്ട് അത് ഇനാക്ടിവേറ്റ് ആക്കി, പിന്നെ എയർ വെച്ച് തന്നെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ നശിപ്പിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തുർക്കി എന്തായാലും മാനസികമായിട്ട് പാകിസ്ഥാൻ്റെ കൂടെയാണ്, വളരെ ശക്തിയായി തന്നെ അവർ നിലകൊള്ളുന്നു. നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മിത്രമാണ് തുർക്കി. അതിൽ കൂടുതലൊരു മിത്രം അവർക്കില്ല എന്നുള്ളതാണ്. ഈവൻ ചൈന വരെയും ഒരു ഓപ്പണായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ലെങ്കിലും ചൈന സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ ഓപ്പണായിട്ട് ചൈനയും പോയില്ല. തുർക്കിയാണ് വളരെ അങ്ങേയറ്റം വരെയും തുർക്കി അവരുടെ രാജ്യമായിട്ട് പോയത്. പക്ഷേ അത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ്. എൻ്റെ നെറ്റ് റിസൾട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ്റെ മിത്രമായിട്ടാണെങ്കിലും നമുക്കത് കാണാൻ പറ്റില്ല. അവരുടെ യുദ്ധോപകരണങ്ങളും മറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ ചെറുത്ത് നിൽക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തുർക്കി ഒരു വലിയൊരു രാജ്യം പാകിസ്ഥാൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനും സാധിക്കില്ല. സർ, ചൈനയുടെ ആയുധ വിപണി ഇനി തകരുമോ? പാകിസ്ഥാന് കനത്ത തിരിച്ചടിവുണ്ടായ സാഹചര്യത്തിൽ ചൈന എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഒരു വലിയ രാഷ്ട്രമാണ്. അവർ ട്രേഡിൽ നിലനിൽക്കുന്ന, ലോകരാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് ട്രേഡിംഗ് നടത്തി നിലനിൽക്കുന്ന വലിയൊരു രാഷ്ട്രമാണ്. US-ഉമായിട്ടാണെങ്കിലും USSR-ഉമായിട്ടാണെങ്കിലും ഇന്ത്യയായിട്ടുമാണെങ്കിലും ഒക്കെ ട്രേഡിൽ പിന്നെ അവർ ഭംഗിയായിട്ട് അവരുടെ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. അതിൻ്റെ ക്വാളിറ്റി എന്തുണ്ടെന്ന് നമ്മളൊരു പരിധിവരെ മനസ്സിലാക്കാൻ ഈ യുദ്ധത്തോടുകൂടി സാധിച്ചു എന്നുള്ളതാണ്. ചൈനയുടെ മിസൈൽസ് ഒന്നും വളരെ എഫക്റ്റീവായിട്ട് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പാകിസ്ഥാന് പറ്റിയിട്ടില്ല. പല ട്രോളുകളും പല നാണംകെട്ട രീതിയിലുള്ള ഭാഷകളുമൊക്കെ പലരുമൊക്കെ ചൈനീസ് മിസൈലിനെ കുറിച്ചും പാകിസ്ഥാൻ എന്താണ് ചെയ്തതിനെക്കുറിച്ചും ഒക്കെ വരുന്നുവെങ്കിലും ഞാനതൊന്നും ഇവിടെ പ്രയോഗിക്കാൻ. പക്ഷെ നമുക്കറിയാം ചൈനയുടെ വെപ്പൺസ് അത്ര എഫക്റ്റീവായിട്ട് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാൻ ഈ യുദ്ധത്തിൽ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം തന്നെയായിരിക്കാം, നല്ലൊരു അടി തന്നെയായിരിക്കാം അവർക്ക് സംഭവിച്ചത്. പക്ഷേ ചൈനയ്ക്ക് പറ്റിയ ഒരു ദോഷം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ചൈനയുടെ വെപ്പൺസിന് ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനെ അനുകൂലിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന ഒരു വർത്തമാനം നാട്ടുകാർക്കും ലോകരാഷ്ട്രങ്ങൾക്കും അറിയാൻ കഴിഞ്ഞു. അത് ചൈനയ്ക്ക് എപ്പോഴും ഒരു ദോഷം തന്നെ ആയിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു.